അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വേദിയിലിരിക്കുന്ന ഈ വനിതാ സംഗമത്തിൻ്റെ ബഹുമാന്യയായ ഉദ്ഘാടക ജമാഅത്തെ ഇസ്ലാമി നാഷണൽ സെക്രട്ടറി റഹ്മത്തുനിസ ടീച്ചർ, ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം കേരളയുടെ ജനറൽ സെക്രട്ടറി റജീന സാഹിബ, വൈസ് പ്രസിഡൻറ്റുമാർ റുക്സാന സാഹിബ, നസീമ ടീച്ചർ, സെക്രട്ടറിമാരും ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗത്തിൻ്റെ സംസ്ഥാന സമിതി അംഗങ്ങളും, കോഴിക്കോട് ജില്ല, കോഴിക്കോട് സിറ്റി പ്രസിഡൻറ്റുമാർ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ഏറെ പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഒരു വൈജ്ഞാനിക സംഗമത്തിൽ ഒരുമിച്ച് കൂടാൻ നാം കാണിച്ച ഈ താല്പര്യം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഇസ്ലാമിനെക്കുറിച്ചും ഇസ്ലാമിലെ സ്ത്രീയെക്കുറിച്ചും വലിയ തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പടർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ മുസ്ലിം സ്ത്രീയുടെ ഇസ്ലാമിക പ്രതിനിധാനത്തെക്കുറിച്ച് അറിയാനും അറിവിനോടുള്ള താല്പര്യവും പ്രകടിപ്പിക്കുന്ന ഈ ഒരുമിച്ച് കൂടൽ കാണുന്നതിൽ നമ്മുടെ ഈ സംഗമം ഒരു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഹറുല്ല എന്ന് വിശേഷിപ്പിച്ച അതിവിശിഷ്ടമായ മാസങ്ങളിലൊന്നായ മുഹറം മാസത്തിൻ്റെ പേരിൽ, അതോടൊപ്പം ഹിജ്റ എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു സംഭവ ചരിത്രവും ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഗതി തന്നെ നിർണയിച്ച ഏറെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര മുഹൂർത്തത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചർച്ചകളിലും സംസാരങ്ങളിലും അത്തരം അറിവുകൾ പങ്കുവെക്കുന്നതിലുമാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഇസ്ലാം വിശ്വാസികൾ അനുഭവിച്ച പല വിധത്തിലുള്ള ത്യാഗപരീക്ഷണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം വിശ്വാസി സമൂഹത്തിന് പ്രചോദനം നൽകുന്ന ധാരാളം ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അടക്കി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിശ്വാസി സമൂഹം അനുഭവിക്കുന്ന പരീക്ഷണങ്ങളോ പ്രതിസന്ധികളോ ഒന്നും തന്നെ ഏതോ ഒരു നിശ്ചിത സമയത്തേക്കോ കാലത്തേക്കോ മാത്രം, അല്ലെങ്കിൽ ഏതോ ഒരു കാലഘട്ടത്തിലേക്കോ മാത്രമുള്ളതല്ല. നേരെ മറിച്ച് വിശ്വാസികളുടെ ഈമാൻ പരീക്ഷിക്കുന്നിടത്ത്, അവരുടെ വിശ്വാസത്തിൻ്റെ സമർപ്പണം പരീക്ഷിക്കുന്നിടത്ത് ലോകാവസാനം വരെയുള്ള മുഴുവൻ വിശ്വാസികളെയും ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകും എന്നുള്ള ഒരു പാഠമാണ് നമുക്ക് നൽകുന്നത്. അങ്ങനെ അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നിടത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സർവവും സമർപ്പിക്കുന്നിടത്തും വിശ്വാസികൾ എങ്ങനെയായിരിക്കും നിലകൊള്ളുക, അവരുടെ സമീപനം എന്തായിരിക്കും എന്ന ഒരു പരീക്ഷണത്തെ തരണം ചെയ്യാതെ ലോകത്തൊരു വിശ്വാസി സമൂഹത്തിനും കടന്നു പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് മക്കയിൽ അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന സന്ദർഭത്തിൽ സഹാബാക്കൾ വന്ന് റസൂലിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂല്, താങ്കൾ റസൂല് തന്നെയാണോ? അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിട്ടും ഇത്രയും കിരാതമായ പീഡനങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട് എങ്കിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വ്യാകുലതയിൽ നിന്ന്, ആകുലതയിൽ നിന്ന്, ബേജാറിൽ നിന്ന് സഹാബിമാർ പ്രവാചകനെ സമീപിക്കുന്നുണ്ട്. അന്ന് റസൂൽ അവരോട് പറയുന്നുണ്ട്, ഇതിനേക്കാൾ തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് മുമ്പുള്ളവരും അനുഭവിച്ചിട്ടില്ലേ? അവർ ഇരുമ്പിൻ്റെ ചീർപ്പുകൾ കൊണ്ട് ശരീരത്തിലെ മാംസത്തെ വാർന്നെടുത്ത, തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട, ജീവനോടെ ചുട്ട് കൊന്നപ്പെട്ട ഒരു തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ വിശ്വാസി സമൂഹം കടന്നുപോയിട്ടില്ലേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന, അതിൻ്റെ ബലവും തീവ്രതയും അളക്കുന്ന, സമർപ്പണ മനസ്സും ത്യാഗ മനസ്സും അളക്കുന്ന ധാരാളം മുഹൂർത്തങ്ങളിലൂടെ വിശ്വാസി സമൂഹം കടന്നു പോകുമെന്നുള്ളത് തന്നെയാണ്. അത്തരം സ്വന്തത്തിനെന്ന് നമ്മൾ കരുതി സൂക്ഷിച്ചു വെക്കുന്ന
എല്ലാറ്റിനെയും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന ഒരു കൂട്ടരെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതായത് ദുനിയാവ് തന്നെയാണ് വലുത് എന്ന് വിചാരിക്കുന്ന ഈ കാലത്ത്, ദുനിയാവും ദുനിയാവിലെ സുഖസൗകര്യങ്ങളും തന്നെയാണ് ഏറ്റവും വലുത് എന്ന് വിചാരിക്കുന്ന ഈ കാലത്ത്, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി, പ്രീതിക്ക് വേണ്ടി, സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ടി ദുനിയാവിനേക്കാൾ വലുത് മറ്റു പലതുമുണ്ട് എന്ന് പഠിപ്പിച്ച എന്ന് ചരിത്രത്തിൽ എഴുതി വെക്കപ്പെട്ട വലിയ മുഹൂർത്തങ്ങൾ സംഭവിച്ച ഒരു കാലമായിരുന്നു യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. ഈ ഹിജ്റയുടെ കാലം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ ഇന്നും ഹിജ്റയുടെ ആ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ, പഠിച്ചു നോക്കുമ്പോൾ, ഇന്നത്തെ ഈ കാലത്ത് അത്രയും ആത്മാർത്ഥമായിട്ട് ആദർശബോധമുള്ള, ആദർശത്തിന് വേണ്ടി സമർപ്പിക്കാൻ കരുത്തുള്ള ആളുകൾ ഉണ്ടാകുമോ എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള ത്യാഗസമർപ്പണങ്ങളാണ് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമൊക്കെ അടങ്ങുന്ന ഇസ്ലാമിക കുടുംബം ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു സമർപ്പണത്തിൻ്റെ പല മുഹൂർത്തങ്ങളും നമുക്കിന്നും ഇസ്ലാമിക ലോകത്ത് നിന്ന് പലതും കാണാൻ കഴിയുന്നുണ്ട്. ഗസയെ മറന്നുകൊണ്ടുള്ള, ഫലസ്തീനിനെ മറന്നുകൊണ്ടുള്ള ഒരു ചരിത്ര മുഹൂർത്തങ്ങളെക്കുറിച്ചുള്ള വർത്തമാനമല്ല യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത്. നേരെ മറിച്ച് അതേ മുഹൂർത്തങ്ങൾ ദേശം വെടിയേണ്ടി വരുന്ന, സ്വന്തമെന്ന് വിചാരിച്ചിരുന്ന പലതിനെയും ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന കാലം, അന്നത്തെ ആ ഒരു ചരിത്രത്തെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് വിശ്വാസി സമൂഹങ്ങളിൽ അല്ലെങ്കിൽ വിശ്വാസികളുടെ പ്രദേശങ്ങളിൽ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ടല്ലോ, വമിനല്ലാഹി മൻ യശ്രി നഫ്സഹു ഇബ്തിആ മർളാത്തില്ല വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തത്തെ തന്നെ വിറ്റവർ, അവർ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി സർവവും സമർപ്പിച്ചവരായിരുന്നു. അത്തരം ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വതആല അതിയായ കാരുണ്യം, റഊഫ്, അള്ളാഹുവിൻ്റെ അതിയായ കാരുണ്യം അവരോടൊപ്പം ഉണ്ടാകുമെന്നും അള്ളാഹു അവരോട് അതീവ ദയാലുവുമായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഇത്തരം ആദർശത്തിന് വേണ്ടി സമർപ്പിക്കുന്ന, ആദർശത്തിന് വേണ്ടി ത്യജിക്കുന്ന സന്നദ്ധരായ ഭടന്മാരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പല ആയത്തുകളെയും നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. ഞാൻ കൂടുതൽ വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നതല്ല. നമ്മുടെ ഈ ഒരു പരിപാടി ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഉദ്ഘാടക പ്രസംഗമടക്കം ഈ വിഷയത്തിൻ്റെ വിവിധ വശങ്ങളിലൂടെ കടന്നു പോകും. ഇൻഷാ അല്ലാഹ്. അല്ലാഹ് സുബ്ഹാനഹു വതആല എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഹിജ്റ എന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും അനുസ്മരിക്കാനുള്ളൊരു കാരണം, അത്തരം മുഹൂർത്തങ്ങളിലൂടെ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന പല വിധത്തിലുള്ള മുഹൂർത്തങ്ങളിലൂടെയും നമ്മളും കടന്നു പോകുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങോട്ട് തിരിഞ്ഞാലും ഇസ്ലാം വെറുപ്പും മുസ്ലിം പേടിയും പടർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അനാവശ്യമായിട്ടുള്ള ഭീതി പരത്തി സമൂഹത്തിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മാറ്റി നിർത്തപ്പെടുന്ന വർഗീയ ചിന്തകൾ ബോധപൂർവം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ഇസ്ലാമിക ചരിത്രത്തിൽ എങ്ങനെയാണ് മുസ്ലിം അതിജീവനം എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെയുള്ള ആവർത്തിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ, ആവർത്തിച്ചുള്ള അനുസ്മരണം നമ്മുടെ ഇന്നത്തെ കാലത്ത് നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഊർജം തീർച്ചയായിട്ടും പകർന്നു തരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ഹിജ്റയുടെ വ്യത്യസ്ത വശങ്ങളെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അതിലെ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ച് ഇവിടെ സംസാരം വരും. അതോടൊപ്പം തന്നെ ഹിജ്റ എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ കേട്ടുവരുന്നത് പോലെ അതിക്രമങ്ങളെ ഭയന്നുകൊണ്ടുള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല. യഥാർത്ഥത്തിൽ വിശ്വാസി സമൂഹത്തെ ഇവിടെ അള്ളാഹുവിൻ്റെ ദീനിനെ സംസ്ഥാപിക്കാനുള്ള ഏറ്റവും ചടുലമായ ആസൂത്രണത്തോടു കൂടി നടത്തിയ അത്യുജ്വലമായിട്ടുള്ള ഒരു മുന്നൊരുക്കമായിരുന്നു ഹിജ്റയിലൂടെ ഇസ്ലാമിക ലോകം സമർപ്പിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. കഠിനമായ പരിശ്രമങ്ങളിലൂടെ മാത്രമേ ക്ഷമയുടെ പര്യവസാനമായിട്ടാണ് ഹിജ്റ അടയാളപ്പെടുത്തിയത്. അക്ഷമയോ
പരിശ്രമമില്ലാതെ മുസ്ലിങ്ങളാണ് ഇതൊക്കെ സഹിക്കാൻ തയ്യാറാണ് എന്നുള്ള മനോഭാവത്തിലൂടെ ഉണ്ടായി തീർന്നതല്ല. നേരെ മറിച്ച് ഏത് പരീക്ഷണത്തെയും അതിജീവിക്കാനുള്ള ശേഷിയും കരുത്തുമുള്ള വിശ്വാസി സമൂഹമായിട്ട് നമുക്ക് മാറാൻ കഴിയുമ്പോഴാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് ഇസ്ലാമിനെതിരെ വരുന്ന എല്ലാ പകയെയും വിദ്വേഷത്തെയും മറികടക്കാൻ കൂടി സാധിക്കുകയുള്ളൂ. ഇസ്ലാമിക വനിതാ ചരിത്രത്തിൽ തന്നെ, മുസ്ലിം സ്ത്രീയുടെ ചരിത്രത്തിൽ തന്നെ വളരെ നല്ല മുഹൂർത്തങ്ങൾ രേഖപ്പെടുത്തിയ പല സംഭവ വികാസങ്ങളും ഹിജ്റയുടെ ഈ ഒരു ചരിത്ര നിമിഷത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പൗരോഹിത്യം, അതോടൊപ്പം പൗരോഹിത്യത്തിൻ്റെ വാലാട്ടികൾ എന്ന് പറയപ്പെടുന്ന പലരും മുസ്ലിം സ്ത്രീക്ക് പൊതുസമൂഹത്തിൽ റോൾ നിർവഹിക്കാനുണ്ടോ എന്നുള്ള ചർച്ച ഇന്നത്തെ കാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. മുസ്ലിം സ്ത്രീകൾ ഒട്ടും സൗകര്യങ്ങളില്ലാതിരുന്ന, നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്ക്, അസ്മാ റളിയല്ലാഹു അൻഹ സൗർ ഗുഹയിലേക്ക് എത്രമാത്രം ത്യാഗമനുഷ്ഠിച്ചിട്ടായിരിക്കും, എത്രമാത്രം പ്ലാനിങ്ങോടുകൂടിയായിരിക്കും അവർ ആ ഗുഹ കയറിയിട്ടുണ്ടാവുക. ഭക്ഷണപ്പൊതിയുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പിതാവ് അബൂബക്കർ റളിയല്ലാഹുവിനെയും കാണാൻ വേണ്ടി അസ്മാ റളിയല്ലാഹു അൻഹ ചവിട്ടിത്തീർത്ത കാൽപ്പാടുകൾ, ചവിട്ടിത്തീർത്ത കാലടികൾ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതിൻ്റെ ഒരു കാലടിയുടെ പരിശ്രമമെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഞാനും നിങ്ങളും സമർപ്പിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ള വലിയ ചോദ്യം ഹിജ്റ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരിമാരെ, ഹിജ്റയെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ആദർശത്തെ പുനഃപരിശോധിക്കാനുള്ള, നമ്മുടെ സമർപ്പണത്തെ പുനഃപരിശോധിക്കാനുള്ള ഒരവസരമായിട്ട് ഈ ഒരു ഒത്തുചേരൽ മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക ചരിത്രങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിനെതിരിൽ, മുസ്ലിം സ്ത്രീകൾക്കെതിരിൽ സമൂഹത്തിൽ പടർത്തിവിടുന്ന, വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന, സമൂഹത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിദ്വേഷങ്ങളെയും മറികടക്കാൻ കഴിയണമെങ്കിൽ ഇസ്ലാമിനെക്കുറിച്ച്, മുസ്ലിം സ്ത്രീയെക്കുറിച്ച്, ഇസ്ലാമിൽ മുസ്ലിം സ്ത്രീ ആരാണ് എന്നതിനെക്കുറിച്ചൊക്കെ തന്നെയുള്ള വളരെ വിശദമായിട്ടുള്ള പഠനങ്ങൾ വിശുദ്ധ ഖുർആനെയും പ്രവാചക സുന്നത്തിനെയും ഇസ്ലാമിക ചരിത്രങ്ങളെയും അടിസ്ഥാനമാക്കി നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.